എടാ കത്തിരിക്കടവ് കണ്ണ, നീ ഏത് കോലം കിട്ടിയാലും നിന്നെ പടപ്പക്കരപ്പ തിരിച്ചറിയോടാ. ആരാ പപ്പടം? നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വരുമ്പോ വലിയ പപ്പടം. എടാ എന്നെ കാണുമ്പം മുണ്ടയിച്ചിട്ട് ബഹുമാനിക്കുന്ന നീ എവന്റെ ബലത്തിൽ കൊഞ്ഞനം കുത്തി കാണിക്കുന്നടാ. കൊഞ്ഞനം കുത്തി അല്ലെന്ന്, ഞാൻ ലാലേട്ടന്റെ ഫിഗർ ചെയ്ത് കിടന്നു. ഏത് പടത്തില്? എന്തിഷ്ടം നിന്റെ തന്നിഷ്ടം കാണിക്കാനുള്ള വേദിയല്ലിത്. അളിയെന്തിനിപ്പോ ഇങ്ങോട്ട് കയറി വന്നത്? പരിപാടി ഇപ്പൊ തുടങ്ങിയില്ലെങ്കിലേ കമ്മിറ്റിക്കാര് നമ്മളെ കൊല്ലും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. ഈ ഫിഗർ 10 പേര് കണ്ടിട്ടാണ് ലോകം അറിയാൻ. അയ്യോ, ആരറിഞ്ഞാലും ഒരാൾ അറിയരുത്. മോഹൻലാല് അവനെ പച്ചയ്ക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയും. നീ അങ്ങോട്ട് മാറുന്നില്ലേ? പാലൂപ്പിയുടെ ഫിഗർ ഇട്ടവനെ അങ്ങോട്ട് വാ. നീയാണോ പാട്ട് പാടുന്നത്? നീ എന്നാലും പാടി, ഞാനൊന്ന് കേക്കട്ടെ. ദാസേട്ടൻ വളരെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടെ, വളരെ ഈസി ആയിട്ടല്ലേ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്നത്. ദാസേട്ടനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കേട്ടോക്ക്. ശരറാന്തൽ തിരി താഴും മുർലിൻ കുർലിൻ. എന്താണ് ഇത്? നമ്മളെ ഇതൊക്കെ നിർത്താൻ പോവുകയാണ്. അതാ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അതല്ല, അടുത്തത് നമ്മുടെ നാടകത്തിലോട്ട് കയറി. എന്നാ പരിപാടിയാണ്? അയ്യോ, എന്ത് പരിപാടി? ഞങ്ങൾ നാടകത്തിലോട്ട് ഇറങ്ങാൻ പോകണം. പേരെന്തോന്നു? കൊച്ചിൻ KCV. അത് കറണ്ട് കൊടുക്കുന്ന സ്ഥലം. KPCC. അത് പാർട്ടിക്കാരുടെ സ്ഥലമല്ല. ഞങ്ങൾ ഒരു പേര് ഫിക്സ് ചെയ്യും. എന്തായാലും നാട്ടുകാർ നിങ്ങൾക്ക് പേരിട്ട് തരും. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പക്കാക്കി വെച്ചേക്കണം. ആണാ? എനിക്ക് പിന്നെ പറയലും കൂടെ ആക്കി വെക്കാത്ത ഒരു വേഷം കാണിച്ചു കൊടുത്താൽ ഒരു വലിയ കമ്പത്തിന്. അതല്ലെന്ന്, ഞാൻ ഈ നാടകത്തിൽ ഒരു 90 വയസ്സുള്ള ഒരു അപ്പൂപ്പനായിട്ടാണ് അഭിനയിക്കുന്നത്. ജസ്റ്റ് മിസ് കളിയാ കഴിഞ്ഞ വർഷം. കമ്മിറ്റിക്കാരടിയെന്ന? അതല്ലെന്ന്, സംസ്ഥാന അവാർഡിൽ നിന്ന് ജസ്റ്റ് മിസ്. നാടകം തുടങ്ങിയില്ല, അതിനുമ്പ് അവൻ സംസ്ഥാന അവാർഡിക്കാൻ. പിന്നെ അളിയനാണ് ജഡ്ജി കേട്ടാ. ഞാനാ? എനിക്ക് ഡയലോഗ് ഒന്നും അറിയില്ല. ഞങ്ങൾ ഈ ചെയ്യണില്ലേ, അത് കൊള്ളാമോ കൊള്ളൂലേ എന്ന് അളിയ നോക്കി പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ മാർക്കിന്റെ ജഡ്ജി. തുടങ്ങട്ടാ ഞാൻ. കമ്മിറ്റിക്കാരെന്ന് വേഷം മേടിച്ച് കാക്കകൾക്ക് കാഷ്ടിക്കാനും എതിരാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടാനും. മീറ്റർ പോയാ ഒന്നുകൂടെ. കാക്കകൾക്ക് കാഷ്ടിക്കാൻ എതിരാളികൾക്ക് നേരെ സോപ്പ് ചൂണ്ടാനും. നിന്റെ കാക്ക തൂതിരുന്നെങ്കിൽ വാ. അളിയ എന്നെ കളിയാക്കിക്കോ, അളിയന്റെ പൊന്നളിയനെ കളിയാക്കല്ലേ. ഈ നാടകത്തിലെ മെയിൻ നടനാണങ്ങേര്. നിങ്ങൾ നാടകത്തിന്റെ പേരെന്തോന്നു? മുംതാസിന്റെ വിലാപം. ഇവന്റെ വേഷം എന്തോന്നു? ഷാജഹാൻ ചക്രവർത്തി. അയ്യോ, ഷാജഹാന്റെ കുടുംബക്കാരെ വന്ന് കൊല്ലുമ്പോ അവനെ മാത്രമേ കൊല്ലാവുള്ളേ. കുടുംബത്തിലുള്ള ഞങ്ങൾ ആരും ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ആരും തെറ്റുകാരല്ലേ. അളിയ ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് അളിയൻ ഫസ്റ്റ് പരിപാടിക്കൊന്ന് വരണം. ഞാൻ വരത്തില്ല. വരണം. അയ്യോ, 2 നിർഗുണന്മാരെ കമ്മിറ്റിക്കാർ വെട്ടിപ്പിരിക്കുന്നതാണ് ത്രാണി എനിക്കില്ല. ഒരു അളിയൻ വന്നിട്ട് ബഹുമാനിക്കണമെന്നില്ലേ? ചായയൊക്കെ ഒടിച്ച് വെച്ചേക്കാണല്ലേ? പിന്നെ അയ്യോ ചായ അല്ല, അവൻ മേക്കപ്പ് കഴിയ വെള്ളം. എന്തുവാടേ? ബേക്കറിയാ? അയ്യോ, ബേക്കറി അല്ല. ഓരോ നടന്മാര് ഫിഗർ ചെയ്യുമ്പോഴത്തേക്ക് കവൾ വെക്കാനുള്ളതാണ്. ഇത് വെച്ചാണ് കവള് വെക്കുന്നത്. ഈ പഴമായിരുന്നത് പൃഥ്വിരാജിന്റെ ഫിഗർ ചെയ്യാൻ, ഈ കേക്ക ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യാൻ, ലാലേട്ടന്റെ ഫിഗർ, അവന്റെ പഴം കേക്ക്. അയ്യോ എന്റെ ലാലേട്ടൻ പോയേ. നോക്കടാ നിന്റെ മോഹൻലാലിന്റെ പന്നി കിടക്കണത്. കേക്കളിയാ? കേക്കല്ലേ, പന്നല്ലടാ. ഞാൻ പറയുന്നത് കേക്കളിയാ. ഇയാളെ അമ്മയുടെ പടക്കര പപ്പന്റെ മുഖത്ത് നോക്കി തള്ളക്ക് വിളിക്കുന്നതാടാ. അയ്യോ, തള്ളക്ക് വിളിച്ചല്ല അളിയ, ഇയാളെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ രജനീകാന്തിന്റെ പടയപ്പഴ പേരിട്ട് ഒരു കേക്ക് മേടിച്ചോട് ചന്ദ്ര. ഓർമ്മിക്കല്ലേ? ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ 65 വയസ്സുള്ള അമ്മച്ചി കഷത്ത് പായും പറ്റി വരമ്പത്തൂടെ നിലയും വിളിച്ച് ഓടുന്നു. ഞാൻ എന്തമ്മച്ചി ഓടുന്നു ചോദിച്ചാൽ പറയാ, എടാ മക്കളെ, വീട്ടിലൊരു പൂടപ്പട്ടി കടിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ അമ്മച്ചി പേടിപ്പിച്ചവനാണ്. അറിയാനൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അളിയന് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ഇവന്റെ പെങ്ങളെ കെട്ടിയ വകയിൽ സ്ത്രീധനം ബാക്കി തരാറുണ്ട്. പല സ്റ്റേജിലും ഞാൻ ചോദിക്കാൻ വരുമ്പോൾ പരിപാടി ഒന്നിലും ഇവനെ കമ്മിറ്റിക്കാർ പൊക്കിക്കൊണ്ടു, അല്ലെങ്കിൽ നാട്ടുകാർ പൊക്കിക്കൊണ്ടു. അതുകൊണ്ടാണ് പരിപാടിക്ക് മുമ്പ് വന്നത് എനിക്ക് എന്റെ സ്ത്രീധന തുക കിട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീധനം മേടിക്കുന്ന സ്റ്റേജിൽ വന്നാണ് എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിലോട്ട് വരണം നിങ്ങൾ. വീട്ടിൽ പോയി ചോദിച്ചു. അവിടെ ചെന്നപ്പോ കാണാൻ ഇവന്റെ അച്ഛൻ ഒരു ഫിഗർ ഇട്ടോണ്ടിരിക്കുന്നു. ഓന്തിന്റെ അപ്പോഴെപ്പോഴും നിറം മാറുന്നു. എന്നാ ഇവന്റെ അമ്മച്ചിട്ട് ചോദിക്കാന്ന് പറഞ്ഞു ചെന്നപ്പം അവന്റെ അമ്മ വേറൊരു ഫിഗർ ഇട്ടോണ്ടിരിക്കുന്നു. അരണേടാ. ഞാൻ ചോദിച്ചപ്പോ അവര് പറയാ, അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഞാനെല്ലാം മറന്നുപോയത്. അത്രയ്ക്ക് കൂറ ഫാമിലിയാണ്. ഇതിനെ കുറിച്ച് പറയരുത്. എന്റെ പെങ്ങൾക്കും അളിയനും കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു പശുവിനെ വാങ്ങി തന്നത്. അയ്യോ, പശുവിനെ തന്ന കഥയൊന്നും പറയല്ലേ. എടേ, പശുവിന് എത്ര ലിറ്റർ പാലിട്ടെന്ന് ചോദിച്ചാണ്. എത്ര ലിറ്റർ പാലിട്ടൂടാ? കറക്റ്റ് 20 ലിറ്റർ പാലിട്ടു. 20 ജീവിക്കാതെ പോരെ? അത് മതി. അപ്പുറത്തെ കല്യാണം പറ്റി പാല് കൊടുക്കാന്ന് ഞാൻ ഏറ്റ്. രാവിലെ പശുവിനെ കറക്കാൻ ചെന്ന് കറന്നപ്പോഴേ മിനറൽ വാട്ടറിന്റെ കുപ്പി
അടപ്പിൽ 2 തുള്ളി. എടാ ഞാൻ അവസാനം സൊസൈറ്റിയിൽ നിന്ന് പാല് കടം മേടിച്ചാ കൊടുത്തത്. ഇപ്പൊ സൊസൈറ്റി മൊത്തം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുക അറിയാം. അതിനാണ് ഞാൻ മൃഗഡോക്ടറെ പറഞ്ഞു വിട്ടത്. ഇഞ്ചക്ഷൻ എടുക്കണം പശുവിന്. എടാ മറ്റു പശുവിനെ തന്ന ഇവനെ എന്ത് ചെയ്യണം? പിന്നെ മൃഗ ഡോക്ടർ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ നോക്കിയപ്പോ 2 സൂചിയായിട്ട് വന്ന് എന്നിട്ട് എന്റെ അടുത്ത് പറയാ, പടക്കുപര പപ്പൻ, ഞാൻ പശുവിന്റെ ദേഹത്ത് തൊടൂല, ദൂരെ നിന്ന് എറിഞ്ഞ് പിടിപ്പിക്കത്തേ ഉള്ളത്. 2 സൂചി എറിഞ്ഞു, 2ഉം കൊണ്ടില്ലടേ. എന്നിട്ട് അവൻ പറയാണ് നാളെ രാവിലെ ഞാൻ വരാന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ഇവൻ 2 ചാക്ക് സൂചിയായിട്ട് വന്നിരിക്കും. ഡോക്ടറല്ലേ, ഇറങ്ങി പിടിപ്പിക്കുന്നെങ്കിൽ പിടിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിൽ നിന്ന് ചായ ഇട്ട് തിരിച്ചു വന്നപ്പം, എടാ കടവന്തറേ, എന്റെ പശു നിന്നിടത്ത് ഒരു വലിയ മുള്ളം പന്നി. 2 കണ്ണുകളിങ്ങനെ ബൾബ് പോലെ തിളങ്ങുന്നത്. ഇവൻ കൊണ്ടുവന്ന 2 ചാക്ക് സൂചി എറിഞ്ഞ് പിടിപ്പിച്ചു. സത്യം പറയാല്ല, ഉദ്ദേശ സ്ഥലത്ത് മാത്രം സൂചി കൊണ്ടു. അത്രയ്ക്ക് മിടുക്കനാണ്. അങ്ങനെയൊന്നും കളിയാക്കല്ലേ, ഞങ്ങളൊക്കെ ഒത്തിരി ആസ്തിയുള്ള കുടുംബത്തിലുള്ള. ആസ്തിയുള്ള കുടുംബം അല്ലടാ, ആർത്തിയുള്ള കുടുംബം എന്ന് പറ. ആർത്തിയുള്ള എന്തൊരാർത്തി? എടാ നീ കേക്കണം, എന്റെ കൊച്ചി ഇറക്കം ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്തിരുന്ന് മൗത്ത് ഓർഗൻ വായിച്ചോണ്ടിരിക്കുക. ഇവന്റെ അച്ഛൻ അതിലെ പോയിട്ട് പറയാണ്, ഡാ അപ്പൂപ്പനെതിരെ ഒറ്റയ്ക്ക് 5 സ്റ്റാർ മുട്ടായി തിന്നുന്ന ആളാന്ന് പറയും പിടിച്ചു പഠിച്ച് ചവച്ചൊക്കെ തിന്ന്. എന്റെ കടവന്തറേ, പിറ്റേന്ന് രാവിലെ ബാത്റൂമിന്റെ അതിലെ പോയപ്പം എന്റെ ബാത്റൂമിനകത്ത് ഫ്യൂഷൻ നടക്കും. സമ്മതിച്ചടാ ഫീ. അയ്യോ എടാ പരപ്പനങ്ങാടി പടപ്പക്ക പണപ്പരിപ്പട പക്കാട. അയ്യോ യുവന്മാരിടയിൽ വന്ന് എനിക്ക് നാക്കുളുക്കുന്നില്ല ദൈവമേ. മുടി അങ്ങ് വലിച്ച് പിടിക്കളേട്ടാ. ഇവിടെ വേടാ, ഇനി ഞാൻ പറയാൻ പോണ കാര്യം അവൻ അറിഞ്ഞ തീർത്തളയും. എന്റെ പേരെന്തുവാടാ? എന്റെ പേര് അത്രയ്ക്ക് വല്ല കോമഡിയാടാ. പടപ്പക്കര പപ്പൻ. നീ പോ അവിടെ. ഈ പടപ്പക്കര പപ്പന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാ. അയ്യോ തന്തയ്ക്ക് വിളിച്ചതല്ല അളിയ, തന്ത മരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കിയില്ലേ. അവസാനം ആ ചിതയ്ക്ക് ചുറ്റും 3 വലം വെച്ചിട്ടാണ് ഞാൻ വന്നത്. അയ്യോ ചിതയ്ക്ക് ചുറ്റും അല്ല വലം വെച്ചത്. ഞാൻ നോക്കിയപ്പോ പട്ടിണി കഞ്ചി കലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഒരു കുത്തുപോണിയിൽ കഞ്ഞി എടുത്ത് വെച്ചിട്ട് ഇവൻ ചോദിക്കുക, അളിയ നല്ലൊരു മരണ വീടായിട്ട് മീൻകറി ഒന്നും ഇല്ലെന്ന്. മീൻകറി ഇല്ലാത്ത വാശിക്ക് ഇവൻ ചെയ്തെന്തെന്നറിയോ? 3 ബക്കറ്റ് വെള്ളം കോരി കത്തിക്കൊണ്ടിരുന്ന എന്റെ അച്ഛന്റെ ചിതയിൽ വെച്ചിട്ട് പറയാ, ഇയാളങ്ങനെ കത്തി ഷൈൻ ചെയ്യണ്ടാന്ന്. ഇവനെ എന്തിനു ചെയ്യണോടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് എന്താണ് അളിയന്റെ വിഷയം എന്താണെന്ന് പറ. നിന്റെ ചെവിയിൽ കുരുവാടാ. ഇത്ര നേരം പറഞ്ഞാ ശ്രീധരൻ വേണമെന്ന്. ശ്രീധരൻ പൈസ ഞാൻ തരാം. ഇവിടുത്തെ പരിപാടി തീർന്നിട്ട് ആ പേയ്മെന്റ് മേടിച്ച് അതിനൊക്കെ തരും. അയ്യോ 250 രൂപ ഉണക്ക കപ്പയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. 250 രൂപ ഉണക്കക്കപ്പൻ പണ്ട്. ഇന്ന് ഞങ്ങൾ 2 സ്റ്റേജിൽ കയറണമെങ്കിലേ 10-25,000 എണ്ണി കമ്മിറ്റിക്കാർ വെക്കണം. എങ്ങനെ കാല് കുത്തോളൂ. നാട്ടുകാർ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. നിങ്ങളെ സ്റ്റേജിൽ കാല് കുത്തിയ മുട്ടിന്റെ ചിരട്ട അടിച്ചു പൊട്ടിക്കുന്നതാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഇവിടെ ഫിഗർ ഉണ്ടാക്കി പൈസ എന്നിട്ട് നീ ഉണ്ടാക്കി. അടുത്ത 10-ാം തീയതി പൈസ തന്നിരിക്കും. എനിക്ക് ഇതിന് വിശ്വാസം ഇല്ലടേ. അവൻ 10-ാം തീയതി പൈസ തന്നില്ല, ഞാൻ തരുവാ. ഉറപ്പാണല്ലേ? കടവന്തറേ, അടുത്ത 10-ാം തീയതി തന്നില്ലെങ്കിൽ നിന്റെ കട ഞാൻ മന്ത്രയാക്കും. ഇനി അല്പം ലഹരി മധു പാനീയം കുടിക്കട്ടെ. നിന്റെ അളിയന്റെ കുപ്പി ഇരിക്കണ്ട, നൈസ കുറുവി ചോദിച്ചു നോക്കടാ ഓരോ പെക്ക്. അളിയാ എനിക്കൊരു ശീലമുണ്ട്, ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ 2 അടിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിനക്ക് 2 തരണമെന്ന്. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.